നഗരസഭ 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭയുടെ വളർച്ചയ്ക്കായി വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സമഗ്ര മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ ബജറ്റിൽ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ ബജറ്റ് അവതരിപ്പിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിശപ്പ് രഹിത നഗരം പദ്ധതിയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കലും, ക്ഷേമവും ആരോഗ്യവും, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം, ശുദ്ധജലവും ശുചിത്വവും ഉറപ്പാക്കൽ, സുസ്ഥിര ഊർജത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക, മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അസമത്വം കുറയ്ക്കുക, ഏകീകൃത വികസനം സാധ്യമാക്കുക, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, വനിതാക്ഷേമം, ഭിന്നശേഷി ക്ഷേമം, വയോജനങ്ങളുടെയും കുട്ടികളുടെയും ക്ഷേമം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ആശാ വർക്കർമാർക്ക് പ്രതിമാസം 2000 രൂപ ഓണറേറിയം നൽകുന്നതിനായി ബജറ്റിൽ വൈസ് ചെയർപേഴ്സൺ അറിയിച്ചു. 44,40,10,202 രൂപ വരവും 42,05,79,753 രൂപ ചിലവും 2,34,30,449 രൂപ നീക്കി ബാക്കിയും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സമഗ്രമായ ക്ഷേമവും സന്തോഷപ്രദമായ ജീവിതവുമാണ്. മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിലേക്ക് നഗരസഭ പ്രവേശിച്ചിരിക്കുന്നു. ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഒരു വലിയ അടിത്തറയാകുന്ന നിരവധി പദ്ധതികൾ നഗരസഭ നടപ്പാക്കുകയാണ്. നഗരസഭയുടെ ശുചിത്വ ദൗത്യത്തിന്റെ ഭാഗമായി സുഗന്ധം പദ്ധതി നടപ്പാക്കുമ്പോൾ ശുചിത്വവും പരിസ്ഥിതി സൗഹൃദവുമായ നഗരം യാഥാർത്ഥ്യമാകുന്നു. ഭാവി തലമുറയ്ക്കായി ജലസമ്പത്തിനെ സംരക്ഷിക്കാൻ ജലശ്രീ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നു. നഗരത്തിന്റെ ഇരുട്ടകറ്റാൻ വെട്ടം പദ്ധതിയിലൂടെ കൂടുതൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നു. ഒരേ സമയം വിദ്യാർത്ഥികളെ മികച്ച നേട്ടങ്ങളിലേക്ക് ഉയർത്താൻ ഉയരെ എന്ന പ്രത്യേക പദ്ധതിയും നടപ്പിലാക്കുന്നു. സമൂഹത്തിൽ എല്ലായിടത്തും ഉൾക്കൊള്ളലിന്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരെ ഒന്നാകെ ഉൾക്കൊള്ളുന്ന വൈഭവം പദ്ധതി നഗരസഭയുടെ മാനുഷിക മുഖത്തിന്റെ ഉദാത്തമായ മാതൃകയാണ്. അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ ഉറപ്പാക്കുന്ന ഉണർവ് പദ്ധതി രോഗത്തിന്റെയും വേദനയുടെയും വിഷമതകൾപ്പെട്ടവർക്ക് സ്നേഹ സംരംഭമായിരിക്കും. വയോജനങ്ങൾക്ക് സായാഹ്നങ്ങളിൽ സാന്ത്വനം പകരുന്ന സഫലം പദ്ധതിയും നഗരസഭയിൽ നടപ്പാവുകയാണ്. ജനങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി ആശ്വാസം പദ്ധതിയും നടപ്പാക്കി വരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം, ദുർബല ജനവിഭാഗങ്ങളുടെ ക്ഷേമം, പട്ടികജാതി വികസനം, കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തൽ, റോഡുകളുടെ നഗരസഭാ കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ലഭ്യമായ സാമ്പത്തിക വിഭവങ്ങൾ വിപുലമായി വിനിയോഗിക്കാനുള്ള നടപടിക്രമങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറി കവിത എസ് കുമാർ, കൗൺസിലർമാർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.